ഇതൊരു വല്ലാത്ത സർപ്രൈസ് ആയി പോയി. കാരണം ഇന്ന് വൺ പീസിന്റെ ഒന്നല്ല 2 സിനിമകൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അതിലൊരെണ്ണം 2029 ഇറങ്ങാൻ പോണ വൺ പീസ് ഫിലിം ബാഡ്. ഇത് മിക്കവാറും ഫിലിം ഗോൾഡ്, ഫിലിം സി, സ്ട്രോങ് വേൾഡ്, ഫിലിം റെഡ് ഇതുപോലെ ഏതെങ്കിലും നോൺ കാനൻ വില്ലനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അതിന്റെ കഥ എന്തായിരിക്കും, വില്ലൻ ആരായിരിക്കും എന്നൊന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഈ ടീസർ തൂക്കിയത് മറ്റൊരു മൂവിന്റെ അനൗൺസ്മെന്റ് ആണ്. ഗോഡ് വാലി വൺ പീസ് മൂവി. അതെ, വൺ പീസ് ഫൈനലി ഒരു കാനൻ വൺ പീസ് സ്റ്റോറിനെ സിനിമയാക്കാൻ പോവാണ്. വൺ പീസ് ഫാൻസിന്റെ പണ്ട് തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു കാനൻ മൂവി ഡീമൺ സ്ലെയറിനെ പോലെയൊക്കെ തിയേറ്ററിൽ പോയി കാണണം എന്നുള്ളത്. അങ്ങനെ ഒരു സിനിമ തിയേറ്ററിൽ ഇറക്കിയാൽ പൈസ കിട്ടുമെന്നുള്ളതിന്റെ മെയിൻ തെളിവാണ് ഡീമൺ സ്ലെയർ. അങ്ങനെ തിയേറ്ററിൽ ഇറക്കാൻ പറ്റിയ ദ ബെസ്റ്റ് സ്റ്റോറിയാണ് ദ ഗോഡ് വാലി ഇൻസിഡന്റ്. ഈ മൂവിന്റെ ഒരൊറ്റ പ്രശ്നം എന്താന്ന് വെച്ചാൽ സ്ട്രോ ഹാറ്റ്സ് ആയിരിക്കില്ല മെയിൻ ക്യാരക്ടർ. പകരം റോക്സും റോജറും ഗാർപ്പും ഹെറൽഡും ഒക്കെ ആയിരിക്കും ഈ സിനിമയുടെ മെയിൻ ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ ഇവരിത് എങ്ങനെ മാർക്കറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം ലൂഫിന്റെ ഫേസ് ഇല്ലാതെ വൺ പീസ് എങ്ങനെ ഒരു ജനറൽ ഓഡിയൻസിലേക്ക് മാർക്കറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് ഒരു സംശയമാണ്. പക്ഷെ നമ്മളെ പോലത്തെ കട്ട വൺ പീസ് ഫാൻസിന് അതൊന്നും ഒരു പ്രശ്നമല്ല. ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും 2027 വൺ പീസിന്റെ ദ ബെസ്റ്റ് ഇയർ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. വൺ പീസിന്റെ ആനിമെ, വൺ പീസിന്റെ ലൈവ് ആക്ഷൻ, വൺ പീസിന്റെ പുതിയ സീരീസ്, ഇപ്പൊ ഇതൊന്നും പോരാത്തതിന് ഗോഡ് വാലി മൂവി. 2027 is going to be a good time to be a One Piece fan.